നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശീലിന്റെ ഭൂതകാലം അറിയാൻ പരാഗ് ഇന്ത്യയിലെത്തിയതായി നമ്മൾ കണ്ടു. എന്നാൽ കൈബേറിയ സത്യം കേൾക്കുമ്പോൾ പരാഗിന്റെ ആവേശം എവിടെയെങ്കിലും കെട്ടുപോകുമോ എന്ന് അൽക്കമാം ഭയപ്പെടുന്നു. ഇന്ന് എല്ലാം മാറ്റിമറിച്ച ആ നിർണായക സംഭാഷണം നിങ്ങൾ കേൾക്കും. പരാഗിന് തന്റെ ആകാംക്ഷ അടക്കാനായില്ല. അപ്പോൾ അൽക്കമാം രാശിയിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് മുതൽ അവൾ അനുഭവിച്ച ക്രൂരതകൾ വരെയുള്ള എല്ലാ സത്യങ്ങളും വിശദമായി പറഞ്ഞു. പരാഗിന്റെ പ്രതികരണം അതിശയിപ്പിക്കുന്നതായിരുന്നു. പരാഗിന്റെ അഗാധമായ സഹതാപം. പരാഗ് ഒട്ടും പ്രകോപിതനായില്ല. അദ്ദേഹം പറഞ്ഞു, രാശീലിന് സംഭവിച്ചത് വളരെ ദാരുണമായ കാര്യമാണ്. എനിക്ക് അവളോട് അഗാധമായ സഹതാപമുണ്ട്. പരാഗിന്റെ രഹസ്യ ഭൂതകാലം. എന്നാൽ അപ്പോഴാണ് പരാഗ് ഒരു പുതിയ രഹസ്യം വെളിപ്പെടുത്തിയത്. എനിക്കും ഒരു പീഡന സ്വപ്നം പോലുള്ള ഭൂതകാലമുണ്ട്. ഞാനും അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കഥ തിരിഞ്ഞു. ഇപ്പോൾ പ്രശ്നം രാശീലിനെ അംഗീകരിക്കുന്നതല്ല, പരാഗിന്റെ അറിയപ്പെടാത്ത ഭൂതകാലമാണ്. പരാഗ് പറഞ്ഞു, താൻ രാശീലിനെ ഒരു ലോങ് ഡ്രൈവിന് കൊണ്ടുപോയി എല്ലാം വ്യക്തമായി പറഞ്ഞു തരാമെന്ന്. അടുത്ത ദിവസം രാത്രി രാശീലും പരാഗും സന്തോഷത്തോടെയും ചിരിയോടെയും തിരിച്ചെത്തുന്നു. അൽക്കമാമിന് ആശ്വാസമായി. പക്ഷേ രാശീൽ താൻ എന്തിനാണ് സമ്മതം മൂളിയത് എന്നതിന് ഒരു വിചിത്രമായ കാരണം പറഞ്ഞു. രാശീൽ പറയുന്നു, പരാഗ് വിശ്വസിക്കുന്നത് തനിക്കും മോശമായ ഒരു ഭൂതകാലമുള്ളതിനാൽ രാശീലിന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള തന്റെ കുറ്റബോധം കുറഞ്ഞതായി. തന്നെ ഒരു കളങ്കമില്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അർഹനല്ലാത്തവനായി പരാഗ് കരുതുന്നു. എന്താണ് പരാഗിന്റെ ആ ഭൂതകാലം? രാശീൽ ഉറപ്പിച്ചു പറയുന്നു, ഒരിക്കൽ കാലിടറിയ ശേഷം ഇപ്പോൾ പരാഗും ഞാനും പരസ്പരം ജനിച്ചവരാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അൽക്കമാം ആഗ്രഹിക്കുന്നത് രാശീലും പരാഗും ഒരു മാസം ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങണമെന്നാണ്. അതിലൂടെ അവരുടെ ഭാവി ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ടാവില്ല. അടുത്ത എപ്പിസോഡിൽ ജലന്ധറിലേക്ക് അൽക്കമാം പോകുന്നതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ അറിയും. രഹസ്യ ഭൂതകാലങ്ങൾ, കുറ്റബോധം, രണ്ട് തകർന്ന ഹൃദയങ്ങളുടെ അപൂർവ സംഗമം. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എപ്പിസോഡ് 30. പരാഗിന്റെ രഹസ്യ ഭൂതകാലവും രാശീലിന്റെ ദൃഢമായ അംഗീകാരവും. അമ്മായി രാശീലിനെക്കുറിച്ചും ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും പറയും. പരാഗ് പകൽ മുഴുവൻ ഇതിനായി കാത്തിരുന്നു. കൈബേറിയ സത്യം കേട്ടാൽ പരാഗിന്റെ സന്തോഷമില്ലാതാകുമോ എന്ന് അൽക്കമാം ഭയപ്പെടുന്നു. അവർ മടിക്കുന്നു. അവനെ വേദനിപ്പിക്കാതെ സത്യം എങ്ങനെ പറയണമെന്ന് അവർക്കറിയില്ല. അവർ ആലോചനയിൽ മുഴുകി. ഡിന്നറിന് ശേഷം പരാഗിന് സഹിക്കാനായില്ല. അവൻ അമ്മായിയുടെ ബെഡ്റൂമിലെത്തി നേരിട്ട് കാര്യം ചോദിച്ചു. അമ്മായി, നിങ്ങൾ പകൽ മുഴുവൻ വെറുതെ കളഞ്ഞു. നിങ്ങൾ എനിക്ക് രാശീലിനെ പരിചയപ്പെടുത്തിയില്ല, അവളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പരാഗ് പരാതി പറയുന്നതുപോലെ പറഞ്ഞു. അവന്റെ ആകാംക്ഷ മറച്ചുവെക്കാനായില്ല. ഇനി മാമിന് വേറെ വഴിയില്ലായിരുന്നു. പരാഗ്, ഈ വിവാഹത്തിൽ ഒരു തടസ്സമുണ്ടായേക്കാം. ആദ്യം അതിനെക്കുറിച്ച് നീ എന്ത് കരുതുന്നു എന്ന് എനിക്കറിയണം, അവർ മടിച്ചു പറഞ്ഞു. എന്ത് തടസ്സം? എന്തിനെക്കുറിച്ച്? അമ്മായി, എന്നോട് വ്യക്തമായി പറയൂ. പരാഗ് കൂടുതൽ ആശങ്കയിലായി. അപ്പോൾ മാം രാശിയിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് മുതൽ അവൾ അനുഭവിച്ച ഹിംസ വരെ എല്ലാ കാര്യങ്ങളും പരാഗിനോട് വിശദമായി പറഞ്ഞു. കേൾക്കുമ്പോൾ പരാഗിന്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അവൻ മൗനമായി എല്ലാം കേട്ടു. അൽക്കമാം എല്ലാം പറഞ്ഞ ശേഷം നിശബ്ദയായി ഇരുന്നു. അമ്മായി, രാശിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാണ് വന്നത്? എപ്പോഴാണ് വന്നത് എന്ന് പരാഗ് ഗൗരവമായി ചോദിച്ചു. ഈ ചോദ്യത്തിലൂടെ അൽക്കയ്ക്ക് ഉടനെ മനസ്സിലായി, പരാഗ് ഒട്ടും ആവേശം കാണിക്കുന്നില്ലെന്ന്. പരാഗിന്റെ മേലുള്ള ആഘാതം താൻ ഭയപ്പെട്ട അത്രയും മോശമല്ലെന്ന് അവർ വിശ്വസിച്ചു. അവർ ശാന്തമായി രാശീലിനെ സ്റ്റേഷനിൽ വെച്ച് കണ്ടതുമുതൽ ഇതുവരെ രാശീലിനുണ്ടായ മാറ്റങ്ങൾ വരെ എല്ലാം വിശദമായി പറഞ്ഞു. അമ്മായി, നിങ്ങൾ എനിക്കുവേണ്ടി വലിയൊരു കാര്യമാണ് ചെയ്തത്. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. രാശീലിന് സംഭവിച്ചത് വളരെ ദാരുണമായ ഒന്നാണ്. എനിക്ക് അവളോട് അഗാധമായ സഹതാപമുണ്ട്. അതിനെ ഒരു പേടിസ്വപ്നമായി മറക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എനിക്കും അത്തരമൊരു ഭൂതകാലമുണ്ട്. ഞാനും അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നേരത്തെ രാശീലിനെക്കുറിച്ച് കേട്ടപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നു, പരാഗ് പറഞ്ഞു. അൽക്കയ്ക്ക് ഇത് കേട്ടപ്പോൾ അസ്വസ്ഥത തോന്നി. പരാഗിന്റെ ഭൂതകാലം എന്താണ്? അതിനെക്കുറിച്ച് തനിക്ക് ചെറിയൊരു സൂചന പോലുമില്ലായിരുന്നോ? പരാഗ്, എന്താണത് എന്ന് അവർ ആശങ്കയോടെ ചോദിച്ചു. അമ്മായി, എനിക്കിത് നിങ്ങളോട് പറയാൻ കഴിയില്ല എന്ന് പരാഗ് തല താഴ്ത്തി പറഞ്ഞു. രാശീൽ അവളുടെ ഭൂതകാലം നിന്നോട് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. അതിനാൽ രാശീലിനും നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാൻ അവകാശമുണ്ട്. അവളെ ഇരുട്ടിൽ നിർത്തുന്നത് അവളെ വീണ്ടും ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. എന്റെ പ്രിയ മകൾക്ക് അത്തരമൊരു അന്യായം സംഭവിക്കുന്നത് ഞാൻ ഒട്ടും അംഗീകരിക്കില്ല. അൽക്കമാമിന്റെ മുഖത്ത് ആശങ്ക വ്യക്തമായിരുന്നു. ശരിയാണ് അമ്മായി, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും.
വിവാഹത്തിനു മുമ്പേ അവൾക്ക് എന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ടെന്ന് ഞാനും കരുതുന്നു. അത് അറിഞ്ഞ ശേഷം അവൾക്ക് എന്നെ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ഉണ്ടാവണം. പരാഗിന്റെ വാക്കുകൾ അവന്റെ പക്വതയുള്ള ചിന്തകൾക്ക് തെളിവായിരുന്നു. ആദ്യം രാശീലിന്റെ ഭൂതകാലം അറിഞ്ഞ ശേഷം പരാഗ് അവളെ അംഗീകരിക്കുമോ എന്നതായിരുന്നു പ്രശ്നം. ഇപ്പോൾ സാഹചര്യം മാറി. ഇപ്പോൾ ചോദ്യം ഇതാണ്: പരാഗിനെക്കുറിച്ച് അറിഞ്ഞ ശേഷം രാശീൽ അവനെ അംഗീകരിക്കുമോ എന്ന്. നീ എന്നോട് പറയാത്തപ്പോൾ രാശീലിന് നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് മാം ആലോചിച്ചു ചോദിച്ചു. അമ്മായി, നാളെ എന്നെ രാശീലിന് പരിചയപ്പെടുത്തൂ. ഞാൻ അവളെ ലോങ് ഡ്രൈവിന് കൊണ്ടുപോയി എല്ലാം വ്യക്തമായി പറയും. എല്ലാം പറഞ്ഞ ശേഷമേ ഞാൻ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കൂ. അവളോട് ആലോചിക്കാൻ സമയമെടുക്കാനും പറയും. പരാഗ് ഒരു പ്ലാൻ തയ്യാറാക്കി. ഞാൻ ഇപ്പോൾ തന്നെ രാശീലിന് ഫോൺ ചെയ്യാം. അവൾ നാളെ നമ്മളോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വരും. അതിനുശേഷം നിന്റെ കൂടെ പോകും എന്ന് അൽക്ക സമ്മതിച്ചു പറഞ്ഞു. രാശീൽ നൽകുന്ന മറുപടി അനുസരിച്ച് ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന ഉത്തരവാദിത്തം അമ്മായിക്ക് വിടുന്നു, പരാഗ് പറഞ്ഞു. പരാഗ് വിശ്രമിക്കാൻ പോയി. അൽക്ക മാം രാശീലിനെ വിളിച്ച് നാളത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് പരാഗും രാശീലും അൽക്ക മാമിന്റെ കാറിൽ പുറത്തുപോയി. മാം ആശങ്കയോടെ ഇരുന്നു. രാത്രി വൈകി അവർ തിരിച്ചെത്തി. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തിലായിരുന്നു. അമ്മായി, നിങ്ങൾ ഡിന്നർ കഴിക്കൂ. ഞങ്ങൾ ഇന്ന് ഒരുപാട് കഴിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല, പരാഗ് പറഞ്ഞു. കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്ന് അൽക്ക മാമിന് മനസ്സിലായി. പരാഗ് രാശീലിനെ തന്റെ കൂടെ തന്നെ നിർത്തി ഡിന്നർ വേണ്ടെന്ന് വെച്ചു. ആ രാത്രിയും രാശീൽ മാമിനോടൊപ്പം അവരുടെ ബെഡ്റൂമിൽ തന്നെ നിന്നു. മാം, ഇന്ന് ഞാൻ ആദ്യമായി നിങ്ങളുടെ കാർ ഓടിച്ചു എന്ന് രാശീൽ സന്തോഷത്തോടെ പറഞ്ഞു. പരാഗ് എന്തുകൊണ്ട് കാർ ഓടിച്ചില്ല എന്ന് മാം ചോദിച്ചപ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് അവന് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു എന്നാണ് രാശീൽ മറുപടി നൽകിയത്. പരാഗിന് കാർ നന്നായി ഓടിക്കാൻ അറിയാമെന്ന് മാമിനറിയാം. പിന്നെ അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അവർ ചിന്തിച്ചു. മാം, പരാഗ് നല്ല പയ്യനാണ് എന്ന് രാശീൽ അവനെ മെച്ചപ്പെടുത്തി പറഞ്ഞു. അവൻ നിനക്ക് അവന്റെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു തന്നോ എന്ന് മാം നേരിട്ട് ചോദിച്ചു. അവൻ എല്ലാം പറഞ്ഞു തന്നു മാം. വിവാഹത്തിനു മുമ്പ് ആലോചിച്ച് മറുപടി നൽകാൻ സമയം തന്നു, രാശീൽ ശാന്തമായി പറഞ്ഞു. നിനക്ക് അവനെ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാം വീണ്ടും ചോദിച്ചു. പരാഗ് തന്നെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കുന്നത് തന്റെ കുറ്റബോധം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവൻ പറഞ്ഞതായി രാശീൽ വിശദീകരിച്ചു. പരാഗ് തന്നെ ഒരു കുറവുള്ളവനായി കാണുന്നത് കൊണ്ടാണ് ഒരു കുറ്റവുമില്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അർഹനല്ലെന്ന് അവൻ വിശ്വസിക്കുന്നത്. ഞാൻ അവന്റെ പ്രൊപ്പോസൽ സ്വീകരിക്കുന്നു മാം. കാലിടറിയ ശേഷം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ പരസ്പരം ജനിച്ചവരാണെന്ന് രാശീൽ ദൃഢമായി പറഞ്ഞു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പരാഗും രാശീലും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യ ചുറ്റിക്കാണാനിറങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം അൽക്ക മാം ജലന്ധറിലേക്ക് തിരിച്ചു. ജെമിനി വിശകലനം. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 30 അവിശ്വസനീയമായ ധൈര്യവും ധാർമ്മികതയുമാണ് കാണിച്ചത്. പരാഗ് രാശീലിന്റെ ഭൂതകാലത്തെ അംഗീകരിക്കുക മാത്രമല്ല, തന്റെ സ്വന്തം ഭൂതകാലത്തെക്കുറിച്ചും വെളിപ്പെടുത്തി. ഇത് 2 തകർന്ന ഹൃദയങ്ങളുടെ പക്വതയാർന്ന തീരുമാനമാണ്. എപ്പിസോഡ് 30 അവസാനിച്ചു. കഥ തുടരുന്നു. എപ്പിസോഡ് 31. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ പരസ്പരം ഭൂതകാലം അറിഞ്ഞതിനുശേഷം രാശീലും പരാഗും വിവാഹത്തിന് സമ്മതം അറിയിച്ചു. ഇപ്പോൾ അവസാനത്തെയും ഏറ്റവും വലിയതുമായ വെല്ലുവിളിയുടെ സമയമാണ്. രാശീലിന്റെ കൂട്ടുകുടുംബത്തോട് സത്യം പറയുക, അവരുടെ അന്തസ്സ് വീണ്ടെടുക്കുക. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അൽക്ക മാമിന്റെ അധിനിവേശം വരവ്. ജലന്ധറിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുന്നതിന് പകരം മാം നേരിട്ട് ഹർഭജന്റെ വീട്ടിലേക്ക് ചെന്ന് ചിരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഇനി നമ്മൾ സംബന്ധികളാകാൻ പോകുന്നു. മെനഞ്ഞെടുത്ത കഥയുടെ വെളിപ്പെടുത്തൽ. അൽക്ക മാം എല്ലാവരുടെയും മുന്നിൽ സത്യവും നുണയും കലർത്തി ഒരു കഥ പറഞ്ഞു. രാശീൽ ഏതെങ്കിലും ആൺകുട്ടിയോടൊപ്പം ഒളിച്ചോടിയതല്ല, മറിച്ച് ജോലി ചെയ്യാനുള്ള ആഗ്രഹത്താലാണ് വീട് വിട്ടത്. അവൾ എന്റെ കൂടെ PRO ആയി ജോലിയിൽ പ്രവേശിച്ചു. പരാഗ് അവളെ കാണാൻ അമേരിക്കയിൽ നിന്ന് സ്ഥിരമായി ഇന്ത്യയിൽ വരുമായിരുന്നു എന്ന് വിശദീകരിച്ചു. കുടുംബത്തിന്റെ ദാരുണമായ സത്യം. രാശീലിന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും സഹിക്കാനാവാത്ത വേദന പുറത്തുവരുന്നു. അവൾ ജീവിച്ചിരുന്നിട്ടും ഞങ്ങൾക്ക് അവൾ മരിച്ചുവെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി. പരാഗിന്റെ വലിയ വാഗ്ദാനം. അൽക്ക മാം ഏറ്റവും വലിയ തടസ്സം നീക്കി. രാശീലിന്റെ കുടുംബത്തിലെ 40 പേരും അമേരിക്കയിൽ വരണമെന്ന് പരാഗ് ആഗ്രഹിക്കുന്നു. അൽക്ക മാം പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും അമേരിക്കൻ യാത്രാ ടിക്കറ്റുകൾ പരാഗ് ബുക്ക് ചെയ്യും. അമേരിക്കയിൽ നടന്ന ഗംഭീരമായ പഞ്ചാബി വിവാഹ ചടങ്ങിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കും.
അവിടെ രാശീലിന്റെ കുടുംബം സന്തോഷത്തോടെ ഗിദ്ദയും ബാംഗ്രിയും നൃത്തം ചെയ്യുമ്പോൾ അമേരിക്കൻ അതിഥികളും അവർക്കൊപ്പം ചേരുന്നു. പക്ഷേ ഒരു അവസാന രഹസ്യം കൂടി ബാക്കിയുണ്ട്, പരാഗിന്റെ ഇരുണ്ട ഭൂതകാലം. ഇന്ന് എനിക്കിതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ബിസിനസ് ക്ലാസ്സിൽ 21 മണിക്കൂർ വിമാനയാത്രയിലാണ് ഞാൻ. അൽക്കമാമിന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചും രാശീലിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഞാൻ അമേരിക്കയിൽ എത്താറായിരിക്കുന്നു. ഭൂതകാലത്തെ മറയ്ക്കുന്നു, അന്തസ്സ് തിരിച്ചുവരുന്നു, ഒരു വലിയ യാത്രയുടെ തുടക്കം. പ്രേം അൻമോൾ ഹോദാ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 31. മേളങ്ങളുടെ അകമ്പടിയോടെ സംബന്ധികൾ വെളിപ്പെടുത്തപ്പെട്ട ഭൂതകാലം. ਵੀਰ ਜੀ, ਆਪਣੇ ਘਰ ਵਿੱਚ ਮੇਰੇ ਸਵਾਗਤ ਸਤਿਕਾਰ ਦੀ ਵਿਵਸਥਾ ਕਰ ਲਓ। ਮੈਂ ਇਸ ਵਾਰ ਜਲੰਧਰ ਵਿੱਚ ਕਿਸੇ ਹੋਟਲ ਵਿੱਚ ਨਹੀਂ ਰੁਕ ਰਹੀ ਹਾਂ। ਸਿੱਧਾ ਤੁਹਾਡੇ ਘਰ ਤੇ ਧਾਵਾ ਬੋਲਣ ਵਾਲੀ ਹਾਂ। ਪੁੱਠਾ ਕੌਮਾ। സഹോദര, നിങ്ങളുടെ വീട്ടിൽ എനിക്കായി സ്വീകരണങ്ങൾ ഒരുക്കുക. ഇത്തവണ ഞാൻ ജലന്ധറിലെ ഹോട്ടലിലല്ല താമസിക്കുന്നത്, നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അധിനിവേശം നടത്താൻ പോവുകയാണ്. അൽക്ക ബാട്ടിയ ഹർഭജനെ വിളിച്ച് ഈ വാക്കുകൾ പറഞ്ഞു. അൽക്കമാമിന്റെ വരവ് ഒരു മംഗള കാര്യത്തിനാണെന്ന് ഹർഭജൻ മനസ്സിലാക്കി. ਅੱਗੇ ਦਾ ਸਮਾਂ ਮੰਗਲਮਈ ਹੈ। ਹੁਣ ਅਸੀਂ ਸਮਧੀ ਹੋਣ ਜਾ ਰਹੇ ਹਾਂ। ਪੁੱਠਾ ਕੌਮਾ। വരാനിരിക്കുന്ന കാലം ശുഭകരമാണ്. ഉടൻ തന്നെ നമ്മുടെ ബന്ധം പുതുക്കപ്പെടാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ സംബന്ധികളാകാൻ പോകുന്നു. ജലന്ധറിലെ കുടുംബത്തിന് മുന്നിൽ മാം ഒരു കഥ അവതരിപ്പിച്ചു. രാശീൽ കരിയറിൽ താൽപ്പര്യമുള്ള പെൺകുട്ടിയാണെന്നും പരാഗിന്റെയും അവളുടെയും വിവാഹം അമേരിക്കയിൽ വെച്ച് നടത്താനാണ് പദ്ധതിയെന്നും അറിയിച്ചു. 40 കുടുംബാംഗങ്ങളുടെയും യാത്രാച്ചെലവ് പരാഗ് വഹിക്കുമെന്ന വാർത്ത അവരെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ രാശീലിന്റെ പഴയ മുറിവുകൾ മാഞ്ഞുപോയി, അന്തസ്സ് വീണ്ടെടുത്തു. മാം, ഞാൻ നിങ്ങളോട് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ സംരക്ഷണവും മാർഗനിർദ്ദേശവും ലഭിച്ചതാണ് എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ അന്തസ്സ് ഒരിക്കലും തിരിച്ചു കിട്ടില്ലായിരുന്നു, രാശീൽ സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ ആദ്യമായി വിമാനയാത്ര ചെയ്യുന്നു, അതും ഒരു അന്താരാഷ്ട്ര വിമാനത്തിൽ. എന്നെപ്പോലൊരു ഇടത്തരം പെൺകുട്ടിക്ക് ബിസിനസ് ക്ലാസ് എന്നത് വലിയൊരു അത്ഭുതമാണ്. മേഘങ്ങൾക്കും സമുദ്രങ്ങൾക്കും മുകളിലൂടെ 21 മണിക്കൂർ യാത്ര. എന്റെ ഭാവനകളും വിമാനം പോലെ ആകാശത്ത് പറക്കുകയാണ്. അൽക്കമാം ഒരു അത്ഭുതകരമായ രക്ഷാധികാരിയാണ്. വെറുതെ ഭാവി ചർച്ച ചെയ്യുകയല്ല, ദീർഘവീക്ഷണത്തോടെ അവർ അത് നടപ്പിലാക്കുന്നു. രാശീലിന് അവൾ അർഹിക്കുന്ന ആദരവ് നേടിക്കൊടുത്തു. ഞാനിപ്പോൾ ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിൽ വിമാനത്തിൽ സുഖമായി ഇരിക്കുന്നു. ജെമിനി വിശകലനം. എപ്പിസോഡ് 31 അൽക്കമാമിന്റെ മാനുഷിക മികവിന് ഒരു ഉദാഹരണമാണ്. അവർ രാശീലിന്റെ അന്തസ്സ് വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്തു. എപ്പിസോഡ് 31 അവസാനിച്ചു. കഥ തുടരുന്നു. എപ്പിസോഡ് 32. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദാ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ അമേരിക്കൻ യാത്ര ഉറപ്പായി. അൽക്കമാമിന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. വിവാഹം കഴിക്കാതെ തന്നെ തന്റെ സ്നേഹത്തെ എങ്ങനെ ഒരു അക്ഷയനിധിയാക്കി മാറ്റിയെന്നും രാശീലിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തിയെന്നും നമ്മൾ കണ്ടു. ഒരുപക്ഷെ എന്റെ അമേരിക്കൻ യാത്രയും വർഷങ്ങൾക്ക് മുമ്പ് മാം തയ്യാറാക്കിയ ഒരു കൃത്യമായ പ്ലാനിന്റെ ഭാഗമായിരിക്കാമെന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ വിമാനം കയറുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രധാന ചോദ്യം ചോദിച്ചു. എന്റെ അച്ഛന് അൽക്ക ബാട്ടിയെ ഓർമ്മയുണ്ടോ? നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അച്ഛൻ നൽകിയ ഞെട്ടിക്കുന്ന മറുപടി. ആദ്യം അച്ഛൻ ആ വിഷയം ഒഴിവാക്കാൻ ശ്രമിച്ചു, പക്ഷേ പിന്നീട് അസൽ സത്യം പറഞ്ഞു. ആ തർക്ക മത്സരത്തിൽ എന്റെ എതിരാളി അൽക്ക ബാട്ടിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയായി അവർ അവശേഷിച്ചു. പിന്നിലായിപ്പോയെന്ന സങ്കടം. അച്ഛൻ വളരെ വിചാരത്തോടെ സമ്മതിച്ചു. ആദ്യം മുതലേ അവരുടെ സാഹചര്യവും എന്റെ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഭൗതികമായും ഞാൻ അൽക്ക ബാട്ടിയേക്കാൾ ഒരുപാട് പിന്നിലായിപ്പോയി. അച്ഛന്റെ സത്യസന്ധയും ലാളിത്യവും എന്റെ മനസ്സിനെ സ്പർശിച്ചു. ഇപ്പോൾ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ എന്റെ ആദ്യ അന്താരാഷ്ട്ര യാത്ര പൂർത്തിയാക്കി ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. രാശീലിന്റെയും പരാഗിന്റെയും ഊഷ്മളമായ സ്വീകരണം, പൂമാലകളും പൂച്ചെണ്ടുകളുമായി എനിക്ക് ഗംഭീര സ്വീകരണം ലഭിച്ചു. രാശീൽ തമാശയായി ഇങ്ങനെ പറയുന്നു, ഞാൻ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ പരാഗ് നിന്റെ ഫോട്ടോയുമായി ഓരോ സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്തും പോയി തിരിയുമായിരുന്നു. മധുരമായ പിണക്കങ്ങൾ, ദമ്പതികൾക്കിടയിലുള്ള സ്നേഹപൂർണമായ ചെറിയ വഴക്കുകൾ അവർക്കിടയിലുള്ള ഗാഢമായ അനുരാഗത്തെ വെളിപ്പെടുത്തുന്നു. അവർ ജനിക്കാൻ പോകുന്ന മകളുടെ പേരിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുകയാണ്. വീടിന്റെ പ്രൗഢിയും പരിചയപ്പെടലും. ഞാൻ പരാഗിന്റെ കുടുംബത്തെ കണ്ടു. അവരുടെ മാതാപിതാക്കളുടെ മര്യാദയുള്ള പെരുമാറ്റവും പരാഗിന്റെ അനിയൻ സ്വപ്നിലും. അവൻ എനിക്ക് കുറച്ച് നാണക്കാരനായും അന്തർമുഖനായും തോന്നി.
ജെറ്റ്ലാഗ് കാരണം ഒരു ദിവസം കടന്നുപോയി. ഇപ്പോൾ വീട്ടിലെ അംഗങ്ങളെല്ലാം അവരവരുടെ ജോലികൾക്കായി പുറത്തുപോയിരിക്കുന്നു. വീട്ടിൽ രാശിയിലും ഞാനും മാത്രം ഒറ്റക്കാണ്. ഇപ്പോൾ എന്റെ മുന്നിൽ രാശിയിലുണ്ട്. പരാഗിന്റെ രഹസ്യ ഭൂതകാലത്തെക്കുറിച്ചും അൽക്കമാം തയ്യാറാക്കിയ മുഴുവൻ പ്ലാനിനെക്കുറിച്ചും എനിക്കറിയണം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ, അമേരിക്കയിലെ ആദ്യ കൂടിക്കാഴ്ച, കാത്തിരിക്കുന്ന രഹസ്യങ്ങൾ. പ്രേം അൻമോൾ ഹോദാ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 32. അമേരിക്കയിലെ സ്വീകരണവും നീരജ് ജോഷിയുടെ അത്ഭുതകരമായ ഓർമ്മയും. അപ്പോൾ എന്റെ മനസ്സിൽ ഈ ചിന്തയും വന്നു. ഒരുപക്ഷെ ഇന്നത്തെ എന്റെ അമേരിക്കൻ യാത്രയും വർഷങ്ങൾക്ക് മുമ്പ് മാം ഏറെ ചിന്തിച്ച് തയ്യാറാക്കിയ ഒരു പ്ലാനിന്റെ ഭാഗമായിരിക്കാം. അൽക്കമാം എപ്പോഴും വർത്തമാനകാലത്തോടൊപ്പം ഞങ്ങളുടെ ഭാവി ദിശയും തീരുമാനിക്കുന്നു. വിവാഹം കഴിച്ചില്ലെങ്കിലും അവർ രാശിയിലിനും എനിക്കും ഒരു അമ്മയെപ്പോലെ മാർഗനിർദ്ദേശം നൽകി. ഈ ദീർഘയാത്രയിൽ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഒരുപാട് സമയം ലഭിച്ചു. എന്റെ അച്ഛന് അൽക്കബാട്ടിയെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് ആകാംക്ഷയായി. അച്ഛാ, ഞങ്ങളുടെ അൽക്കമാം ഇവിടെ തന്നെയല്ലേ വളർന്നത്? നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലത്തും അവർ ഇത്രയും പ്രശസ്തയായ പെൺകുട്ടിയായിരുന്നോ എന്ന് ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു. വാണി, ഒരു കോളേജ് ഫംഗ്ഷനിൽ തർക്ക മത്സരം നടന്നിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എന്റെ എതിരാളികളിൽ ഒരാൾ അൽക്കബാട്ടിയായിരുന്നു. അവരുടെ വാദങ്ങൾ എത്ര ശക്തമായിരുന്നുവെന്ന് വെച്ചാൽ ഞാൻ എന്റെ ബുദ്ധിശക്തി മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു. അവർ എന്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു ഓർമ്മയാണ്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ ഒരിക്കലും കാണാൻ ശ്രമിക്കാതിരുന്നത്. അവർ എന്നെ തിരിച്ചറിയില്ലേ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അൽക്കമാം അച്ഛനെ സ്നേഹിച്ചിരുന്നു എന്ന സത്യം ഞാൻ അച്ഛനോട് പറഞ്ഞില്ല. അത് അവരുടെ വിശ്വാസത്തെ വഞ്ചിക്കലായേനെ. ഒടുവിൽ എന്റെ വിമാനം അമേരിക്കൻ വിമാനത്താവളത്തിൽ ഇറങ്ങി. രാശിയിലും പരാഗും എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു. രാശിയിൽ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ പരാഗ് നിന്റെ ഫോട്ടോയും പിടിച്ച് ഇവിടെയുള്ള ഓരോ സുന്ദരിയായ പെൺകുട്ടിയോടും സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ആ അവസരം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാശിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ വീട് വളരെ പ്രൗഢമാണ്. പരാഗിന്റെ മാതാപിതാക്കളും അനിയൻ സ്വപ്നിലും എന്നെ നന്നായി സ്വീകരിച്ചു. ഇപ്പോൾ എല്ലാവരും ജോലിക്കായി പുറത്തുപോയിരിക്കുന്നു. രാശിയിലും ഞാനും മാത്രം വീട്ടിലുണ്ട്. ഞാൻ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ജെമിനി വിശകലനം. എപ്പിസോഡ് 32 വാണിയുടെ അച്ഛന്റെ സത്യസന്ധതയെയും അന്തസ്സിനെയും എടുത്തു കാണിക്കുന്നു. രാശിയിലും പരാഗും തമ്മിലുള്ള സ്നേഹസംഭാഷണങ്ങൾ അവരുടെ ബന്ധം എത്ര ശക്തമാണെന്ന് കാണിച്ചു തരുന്നു. സ്വപ്നിൽ എന്ന കഥാപാത്രം കഥയിൽ പുതിയൊരു മാനം നൽകുന്നു. എപ്പിസോഡ് 32 അവസാനിച്ചു. കഥ തുടരുന്നു.